നമസ്തേ നമസ്തേ നമസ്തേ. ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. എല്ലാവർക്കും എല്ലാം നന്മകളുണ്ടാവട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ ആഴ്ച പറയാമെന്ന് വെച്ചാൽ കുംഭക്കൂർ നക്ഷത്രം, അവിട്ടം, ചതയം, പുരുരുട്ടാതി നക്ഷത്രം, ഈ നക്ഷത്രങ്ങളുടെ ഫലങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ ആഴ്ച പറയണത്. അപ്പോൾ പറയുകയാണെങ്കിൽ അല്പം ബുദ്ധിമുട്ടുള്ള അവസ്ഥകളാണ്, ദോഷസ്ഥിതികളുള്ള അവസ്ഥകളാണ്. ജോലി രംഗം തന്നെ ചിന്തിച്ചാൽ അല്പം ബുദ്ധിമുട്ടുകളാണ്. ജോലി രംഗത്ത് തടസ്സങ്ങളുണ്ടാവും, ധനത്തിന് ബുദ്ധിമുട്ടുകൾ ബാധിക്കും, ജോലി ഇല്ലാത്ത അവസ്ഥകൾ വരും. ജോലി പറഞ്ഞ സ്ഥലത്ത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലി കാര്യങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലോഹ്യങ്ങളും പ്രശ്നങ്ങളും കലഹങ്ങളൊക്കെ വന്നു ചേരും. ജോലിക്ക് പോകാൻ പൊതുവെ മടി അല്ലെങ്കിൽ പോകാതിരിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ പറയാം, ശത്രുക്കളെ കൊണ്ട് ഉപദ്രവങ്ങൾ കൂടും. എല്ലാവർക്കും ഉണ്ടാവും ശത്രുക്കൾ. അപ്പോൾ ഈ സന്ദർഭത്തിൽ അവിട്ടം, ചതയം, പുരുരുട്ടാതി ആളുകാർക്ക് ശത്രുക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ധാരാളമാവും. അതൊരു ദോഷസ്ഥിതിയാണ്. പിന്നെ ധാരാളം അനാവശ്യ ചെലവുകൾ വന്നു ചേരും. പല വിധേന തന്നെ ധാരാളം നമുക്കൊട്ടും ആവശ്യമില്ലാത്തതായിട്ടുള്ള പല കാര്യങ്ങളായിട്ട് ചിലവുകൾ വന്നു ചേരും. അപ്പോൾ ധനത്തിന് ബുദ്ധിമുട്ട് ബാധിക്കും. സാമ്പത്തിക ബാധ്യതകൾ വന്നു ചേരും. നമുക്കുള്ള ബാധ്യതകൾ കൃത്യമായിട്ട് നമുക്ക് അടച്ച് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കില്ല ഈ സമയത്ത്. അങ്ങനെ ബാധിക്കും. അതൊക്കെ ചില ബുദ്ധിമുട്ടുകളാണ്. ആരോഗ്യസ്ഥിതിയാണെങ്കിൽ മോശസ്ഥിതിയാവും. ശാരീരിക ബുദ്ധിമുട്ടുകൾ വരും. വയറായിട്ട് ബന്ധപ്പെട്ട്, കൈകളായിട്ട് ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ബാധിക്കാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. കൈക്ക് മുറിവുകൾ, വ്രണങ്ങൾ, ഒടിവ്, തുന്നിക്കെട്ടൊക്കെ ബാധിക്കും. വയറായിട്ട് ബന്ധപ്പെട്ട് അസുഖങ്ങൾ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാന ഘടകം. നമുക്ക് എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും അതിനൊക്കെ മോചനം കിട്ടാം. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ കുറേ കാര്യങ്ങളിൽ അതൊന്നും ബാധിക്കാതെയൊക്കെ പോകാനുള്ള സാഹചര്യങ്ങൾ വരും. അപ്പോൾ ഈ സമയത്ത് ശാരീരിക ബുദ്ധിമുട്ടുകൾ, കൈകൾക്ക് ബുദ്ധിമുട്ടുകൾ, വയറിന് ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ അതൊന്നും ബാധിക്കാതെയൊക്കെ ശ്രദ്ധിച്ചൊക്കെ മുന്നോട്ട് പോവാം. അതൊരു പ്രധാന ഘടകമാണ്. പിന്നെ വിവാഹാദി കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാർക്ക് ആലോചനകളും കാര്യങ്ങളും വന്നാൽ തന്നെ ഇതൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം. ചില കാപഢ്യങ്ങളും പറ്റിക്കലൊക്കെ എന്ത് ആ വഴിയൊക്കെ നമുക്ക് മോശപ്പേര് വരാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു സമയമാണ്. അവിട്ടം, ചതയം, പുരുരുട്ടാതി ആളുകാർ വിവാഹാദി കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഏതെങ്കിലും രീതിയിലും നമുക്ക് ചില കാപഢ്യങ്ങളിൽ നമ്മൾ ചെന്ന് പെടും. അപ്പോൾ അങ്ങനെ പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. അങ്ങനെയൊക്കെ പെടാനുള്ള പറ്റിയ സമയമാണിത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനം. അല്പം മോശസ്ഥിതി, അപകീർത്തിയൊക്കെ കേൾക്കാനുള്ള അവസ്ഥകൾ വന്നു ചേരും, സാഹചര്യങ്ങൾ വന്നു ചേരും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഒരു പ്രധാന ഘടകമാണത്. നമ്മളുടെ താമസിക്കുന്ന വീട്ടിലാണെങ്കിൽ സ്വസ്ഥത കുറയും. ഭാര്യയായിട്ട് സന്താനങ്ങളൊക്കെ ആയിട്ട് അലോഹ്യങ്ങൾ വന്നു ചേരും. തമ്മി യോജിക്കാത്ത അവസ്ഥകൾ വരും. സന്താനങ്ങളായിട്ട് അങ്ങനെ യോജിക്കാത്ത അവസ്ഥ വരും. ഭാര്യയായിട്ട് യോജിക്കാത്ത അവസ്ഥ വരും. സന്താനങ്ങളുടെ നാളാണെങ്കിൽ അച്ഛനമ്മയൊക്കെ ആയിട്ട് യോജിക്കാത്ത അവസ്ഥകൾ വരും. പല വിധേന അലോഹ്യങ്ങൾ, തല്ലുപിടുത്തങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നു ചേരും. അങ്ങനത്തെ ഒരു സമയമാണ്. പിന്നെ യാത്രകൾ പുറപ്പെടാൻ നോക്കുന്ന ആൾക്കാർ, ജോലിയായിട്ട് ബന്ധപ്പെട്ട്, വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട്, മറ്റെന്തെങ്കിലുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ദൂരെ യാത്രകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിനും അല്പം തടസ്സങ്ങൾ ബാധിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു സമയമാണ്. നമ്മളെ ദൂരയാത്രകൾ, അതുപോലെ തന്നെ നമ്മളുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രകൾ, കുടുംബമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രകൾ, ആത്മീയ ക്ഷേത്രം അല്ലെങ്കിൽ പള്ളി അങ്ങനെയൊക്കെ ദർശിക്കാനായിട്ട് പോകുന്ന യാത്രകൾ, അതിനൊക്കെ ഏതെങ്കിലും ഭംഗം സംഭവിക്കും. അല്ലെങ്കിൽ നമുക്കതിനകത്ത് യാത്ര ചെയ്യാൻ സാധിക്കാത്ത സന്ദർഭം വരും. സാമ്പത്തിക ബുദ്ധിമുട്ട് വരും. നമ്മൾ പോകാമെന്ന് വിചാരിച്ചിട്ട് നടത്താൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരും. അങ്ങനത്തെ ഒരു സമയം കൂടിയാണത്. അപ്പോൾ അതൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം.
ഇതിനെക്കുള്ള പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഇതൊക്കെ നമുക്ക് ദോഷമായിട്ട് വരുന്ന സന്ദർഭവും സമയമൊക്കെയാണ്. എൻ്റെ ഗുണസ്ഥിതി എന്ന് പറയണമെങ്കിൽ ബന്ധുമിത്രാളി അതികളെ കൊണ്ട്, കൂടപ്പിറപ്പുകൾ അതല്ലാതെയുള്ള ബന്ധുമിത്രാദികൾ, അവരെ കൊണ്ട് നമുക്ക് സാമ്പത്തിക സഹായങ്ങൾ വന്ന് ചെയ്യും. അങ്ങനൊരു ഗുണസ്ഥിതിയുണ്ട്. നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് അനവധി അനുഭവിക്കുന്ന ആൾക്കാർക്ക് ബന്ധുമിത്രങ്ങളിൽ നിന്നും കൂടപ്പിറപ്പുകളിൽ നിന്നൊക്കെ സഹായഹസ്തങ്ങൾ ലഭിക്കും. അത് നമുക്ക് ചില കാര്യങ്ങളിൽ ഗുണമാവും, പ്രയോജനമാവും. ചില ബാധ്യതകളിൽ നിന്ന് നമുക്ക് ഒഴിവാകാൻ സാധിക്കും, ചില അപകീർത്തികളിൽ നിന്ന് നമുക്ക് ഒഴിവാകാൻ സാധിക്കും. അങ്ങനത്തെ ചില ഗുണങ്ങൾ പറയുന്നുണ്ട്. ബാക്കി ജോലിയായിട്ട് ബന്ധപ്പെട്ടാലും കുടുംബമായിട്ട് ബന്ധപ്പെട്ടാലും ധനമായിട്ട് ബന്ധപ്പെട്ടാലും അതല്ലാതെ നമ്മളുടെ പ്രവർത്തന മേഖലയായിട്ട് ബന്ധപ്പെട്ടാലും സംരംഭങ്ങളായിട്ട് ബന്ധപ്പെട്ടാലൊക്കെ അല്പം ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ കച്ചവടങ്ങൾ നടത്തിയെടുക്കാൻ സാധിക്കും. വാഹന കച്ചവടം, ഭൂമി കച്ചവടം, അങ്ങനെയൊക്കെ ആൾക്കാർ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, കച്ചവടം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവയൊക്കെ നടക്കാനുള്ള സാഹചര്യവും സമയമൊക്കെ ഉണ്ട്. അതൊക്കെ നടക്കും. കച്ചവടങ്ങൾ നടക്കും, ഭൂമി കച്ചവടങ്ങൾ നടക്കും, വാഹന കച്ചവടങ്ങൾ നടക്കും. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് അതൊക്കെ ചില കാര്യങ്ങളിലൊക്കെ ഭൂരിഭാഗം ഗുണസ്ഥിതിയാണ് കച്ചവടങ്ങൾ നടക്കാനൊക്കെ. അങ്ങനെ ചില കാര്യങ്ങൾ മാത്രമേ മെച്ചപ്പാടുള്ളൂ. ബാക്കി ഒട്ടനവധി കാര്യങ്ങൾ നമ്മളുടെ ആയിട്ട് ബന്ധപ്പെടുന്ന അവിട്ടം, ചതയം, ഉരുളിട്ടാൽ നാളുകാരായിട്ട് ബന്ധപ്പെടുന്ന കുറേ കാര്യങ്ങളിലൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം അതിന് മോചനം കിട്ടാനായിട്ട് നമുക്ക് പരിഹാര വഴിപാടുകളുണ്ട്. അത് വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുക, കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോയാൽ ഇതൊന്നും 100ൽ ഭൂരിഭാഗം ബാധിക്കാതെ പോകും. നമ്മളുടെ ശ്രദ്ധ കൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ അനുകൂലമാവും. അപ്പം അതിന് ചെയ്യേണ്ട വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ അയ്യപ്പസ്വാമിക്ക് വഴിപാട് കഴിക്കുക, നീരാഞ്ജനം, എള്ളുതിരി, കരിക്കഭിഷേകം എന്നീ വഴിപാടിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള വഴിപാട് നിങ്ങൾക്ക് സാധിക്കുന്ന വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുക. അയ്യപ്പസ്വാമിക്ക് കരിക്കഭിഷേകം, എള്ളുതിരി, നീരാഞ്ജനം, എള്ള് പായസം, അത് ഏതെങ്കിലും വഴിപാട് നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നത് എന്താണോ അത് അയ്യപ്പസ്വാമിക്ക് കുറച്ച് പ്രാവശ്യം കഴിച്ച് പ്രാർത്ഥിക്കുക. അത് നിങ്ങളുടെ ബുദ്ധിമുട്ടിൽ നിന്ന് മോചനം കിട്ടാൻ നല്ലതാണ്. മഹാദേവന് കുവളമാല ജലധാര വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. അതും നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിൽ നിന്ന് മോചനം കിട്ടാൻ വളരെ വിശേഷമാണ്. പിന്നെ ശ്രീകൃഷ്ണസ്വാമിക്ക് നെയ്വിളക്ക് ഭാഗ്യസൂക്ത മന്ത്രാർച്ചന അത് കഴിച്ച് പ്രാർത്ഥിക്കുക. അതും നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് മോചനം കിട്ടാൻ വളരെ വിശേഷമാണ്. അയ്യപ്പസ്വാമിക്ക്, മഹാദേവന്, ശ്രീകൃഷ്ണസ്വാമിക്കൊക്കെ വഴിപാട് കഴിച്ചു കഴിഞ്ഞാൽ ഈ നാളുകാർ അനുഭവിക്കുന്ന ഒട്ടനവധി ബുദ്ധിമുട്ടുകൾക്ക് ശമനങ്ങൾ ബാധിക്കും, ശമനങ്ങൾ വന്നു ചേരും. നമുക്ക് അല്പം ഒരു ശമനം നമുക്ക് ലഭിക്കും, ഒരു സമാധാനം ലഭിക്കും. കുറേ പ്രശ്നങ്ങളിൽ നമുക്ക് മോചനം കിട്ടാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും ഈ വഴിപാട് കൊണ്ട്. അയ്യപ്പസ്വാമിക്ക് എള്ളുതിരി, നീരാഞ്ജനം, കരിക്കഭിഷേകം, എള്ള് പായസം ഇവരെന്തെങ്കിലും വഴിപാട് കഴിച്ച് നിങ്ങളെ കൊണ്ടാവുന്നത് വഴിപാടായിട്ട് കഴിച്ച് പ്രാർത്ഥിക്കുക. മഹാദേവന് ജലധാര, കുവളമാല എന്നീ വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുക. അത് വളരെ വിശേഷമാണ്. സാധിക്കുന്നതിനൊരു വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുക. ശ്രീകൃഷ്ണസ്വാമിക്ക് നെയ്വിളക്ക്, ഭാഗ്യസൂക്ത മന്ത്രാർച്ചന എന്നീ വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുക. ഇവയെല്ലാം നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിൽ നിന്ന് മോചനം കിട്ടാൻ വളരെ വിശേഷമാണ്. എന്തായാലും നിങ്ങളെല്ലാവരും ശ്രീ മഹാദേവനെ അനുഗ്രഹിക്കട്ടെ. നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്ന ആൾക്കാർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മളുടെ ഈ സംരംഭം പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യം സമൃദ്ധി എല്ലാം ഉണ്ടാവട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ശുഭദിനാശംസകൾ, എല്ലാ നന്മകളും നേരുന്നു. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ.